തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബീഹാറിന് വാരിക്കോരി സഹായം നൽകുന്നതാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റ് 2025. മക്കാന എന്ന ബീഹാറിലെ പ്രത്യേകതരം താമര വിത്തിന്റെ ഉൽപാദനത്തിന് വേണ്ടി പ്രത്യേക ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുമെന്ന് ബജറ്റിൽ അറിയിച്ചിരിക്കുകയാണ്. ബീഹാറിൽ മഖാന ബോർഡ്, പട്ന IIT വിപുലീകരിക്കും, ബീഹാറിൽ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ബീഹാറിനെ ഫുഡ് ഹബ്ബാക്കും, ബീഹാറിൽ ഗ്രീൻഫീൽഡ് എയർപോർട്ട് തുടങ്ങിയ വാഗ്ദാനങ്ങളൊക്കെയാണ് മോദി സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ബീഹാറിന് നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. തുടർച്ചയായി 8ാം തവണയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അങ്ങേയറ്റം സങ്കീർണമായ സാഹചര്യത്തിലാണ് നിർമ്മല സീതാരാമൻ തന്റെ തുടർച്ചയായ 8ാം ബജറ്റ് അവതരിപ്പിക്കുന്നത്. നടപ്പു സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.4% കുറയുമെന്ന സാമ്പത്തിക സർവേ നേരത്തെ പുറത്തു വന്നതിന് പിന്നാലെയാണ് ബജറ്റ് അവതരണവും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ നികുതി ഘടനയിൽ മാറ്റം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സാമ്പത്തിക മാന്ദ്യം മറികടക്കാനുള്ള പദ്ധതികളും ബജറ്റിൽ ഇടം പിടിക്കുമോ എന്നതും ശ്രദ്ധേയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര ബജറ്റിൽ ബീഹാറിനെ വാരിക്കോരിയാണ് പദ്ധതികൾ നൽകുന്നത്. മഖാന കർഷകരുടെ ക്ഷേമത്തിനായി സംസ്ഥാനത്ത് മഖാന ബോർഡ് കൊണ്ടുവരുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുകയാണ്. ഇതിനു പുറമെ ബീഹാറിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി കൊണ്ടുവരുമെന്നും IIT പട്ന വിപുലീകരിക്കുമെന്നും ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതി നടപ്പാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. മറ്റു പ്രഖ്യാപനങ്ങൾ ചെറുകിട ഇടത്തരം വായ്പയ്ക്കായി 5.7 കോടി വകയിരുത്തും. ലക്ഷദ്വീപിനും ആൻഡമാൻ നിക്കോബാറിനും പ്രത്യേക പദ്ധതി, MSME വികസനത്തിന് പദ്ധതി എന്ന് ധനമന്ത്രി പറയുകയാണ്. യൂറിയ ഉൽപാദനത്തിനും വിതരണത്തിനും പദ്ധതിയുണ്ട്. പരുത്തിക്ക് പഞ്ചവത്സര പദ്ധതി, പരമ്പരാഗത വസ്ത്ര നിർമ്മാണ മേഖലയ്ക്ക് സഹായം, സ്റ്റാർട്ടപ്പുകൾക്ക് 20 കോടി വരെ വായ്പ, കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി 5 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. പരുത്തി ഉൽപാദനക്ഷമതയ്ക്ക് ദേശീയ പദ്ധതി നടപ്പിലാക്കും. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വികസിപ്പിക്കും. ഗവേഷണം പ്രോത്സാഹിപ്പിക്കും. ജൽജീവൻ പദ്ധതിയുടെ വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജൽജീവൻ പദ്ധതി 2028 വരെ നീട്ടിയിട്ടുണ്ട്. ബുദ്ധനുമായി ബന്ധപ്പെട്ട മേഖലകൾക്ക് പരിഗണന. 120 നഗരങ്ങളിലേക്ക് ഉദാൻ പദ്ധതി വ്യാപിപ്പിക്കും. മലയോര മേഖലയിൽ വിമാനത്താവളങ്ങൾ കൊണ്ടുവരും. 1 കോടി ഗർഭിണികൾക്ക് പോഷകാഹാരം. ആണവ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം. അറ്റോമിക് ആക്ടിൽ ഭേദഗതി കൊണ്ടുവരും. 100 ഗിഗാവാട്ടിന്റെ ആണവ നിലയങ്ങൾ. കപ്പൽ നിർമ്മാണശാലകൾക്ക് പ്രോത്സാഹനം നൽകും. SC/ST വിഭാഗത്തിലെ 5 ലക്ഷം പുതിയ സംരംഭകർക്ക് വായ്പാ പദ്ധതി. പൾസ് ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത. 5 വർഷത്തിനുള്ളിൽ 75,000 മെഡിക്കൽ സീറ്റുകൾ. ഇതൊക്കെയാണ് പ്രഖ്യാപനങ്ങൾ. കുംഭമേളയെ ചൊല്ലി സഭയിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയിരിക്കുകയാണ്.